സൂഫി കൺസേർട്ടുകളുടെ ഈ ഒരു മാതൃക ഇപ്പം പലരും അനുകരിക്കുകയും ഇതിൽ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഇല്ലാത്ത അവരുടെ ഒരു വേർഷൻ ഇറക്കുകയും അവർ അതിൽ മത്സരങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ നടത്തിക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിലും ആളുകൾ ചിലപ്പോൾ ഈ വരിയിലെത്തും, ഈ വരി വഴി നമ്മളിലെത്തും. വരി നോക്കിയാൽ മതി, അയാളെ പിന്നാലെ പോകണ്ടെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ പണ്ട് വീരാൻകുട്ടി എന്ന് പറയുന്ന കവി ഉണ്ടല്ലോ, മൂപ്പരൊരിക്കൽ പറഞ്ഞു വീരാൻകുട്ടി ഇപ്പം ഇല്ലല്ലോ, വീരാൻകുട്ടികളാണുള്ളത്. കാരണം മൂപ്പർ അനുകരിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കുട്ടികൾ ഇങ്ങനെ കവിത എഴുതിയിട്ട് എന്നതുപോലെ ഞാനും ഇമാം മജൂറും ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്നിട്ട് അതേ തൊപ്പിയിട്ടിട്ട് അങ്ങനെ 2 പേർ മത്സരത്തിൻ്റെ ഒരു നിബന്ധനയായിട്ട് തന്നെ 2. അതിനൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. കാരണം അതുവഴി നമ്മൾ പാടിയ പാട്ട് അവർ കേൾക്കും, അതുവഴി അവർ മ്യൂസിക് കേൾക്കും. ആ കേക്ക് എന്ന് പറയുമ്പോൾ ഹറാമാണല്ലോ ഈ കേക്ക്. അപ്പോൾ അതൊരു ട്രെസ് പാസിങ് അവർ നടത്തിക്കോളും അല്ലേ. അപ്പോൾ മ്യൂസിക് അവർ കേൾക്കും, അവർ പാട്ടിന് ട്യൂൺ ചെയ്യാൻ നമ്മളെടുത്ത് വരും. ട്യൂൺ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ട്യൂൺ ചെയ്യുക? ഒരു സംഗീതോപകരണം വെച്ച് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുവഴി എല്ലാവരും ഇതിലേക്കൊക്കെ ഒരു അടുക്കുക എന്നുള്ളൊരു കാര്യം ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇതിൽ സംസാരങ്ങളൊക്കെ പലതും നമ്മൾ സ്റ്റേജിൽ നിന്ന് നമുക്ക് തോന്നുന്ന സ്റ്റേജിലുള്ള അഭിസംബോധിതരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന വ്യാഖ്യാനങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ അതേപടി കുട്ടികളെടുത്ത് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ മത്സരത്തിന് വേണ്ടി നമ്മൾ വിളിക്കും, നോക്കി മാനപ്രേമത്തിൽ ഈ വരിൻ്റെ വ്യാഖ്യാനം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അതൊക്കെ ഇതിലേക്ക് ആളുകൾ അടുപ്പിക്കാനുള്ള നമ്മളിതിനൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഇതിലേക്ക് അങ്ങനെ വന്ന് ചേരാനുള്ള വിവിധ വഴികളായിട്ടാണ് നമ്മളിതിനെയൊക്കെ മനസ്സിലാക്കുന്നത്. അതാണ് മത്സരിക്കട്ടെ, മത്സരം അതിലുണ്ടാവട്ടെ. അതുവഴി ഈ വരികൾ, കാരണം ഇതിലുള്ള പല വരികളും ഏതെങ്കിലും അർത്ഥത്തിൽ നേരത്തെ സുഹൈൽ ഭായി പറഞ്ഞ പോലെ ഇവരാൽ ഭ്രഷ്ടരാക്കപ്പെട്ട ആളുകളുടെ വരികൾ ഇവരുടെ സ്റ്റേജിൽ പാടുക എന്നുള്ള നിയോഗം അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇവർ ഭ്രഷ്ട് കൽപ്പിച്ചൊരു ഡിസിപ്ലിൻ, സംഗീതം, മ്യൂസിക്, അത് ബാത്തിനിയായിട്ടെങ്കിലും വരുന്നുണ്ട്. കാരണം ട്യൂൺ ചെയ്യുന്ന ഇടങ്ങളിൽ അതുണ്ട്. ഇവരിറക്കുന്ന കാസറ്റുകളിൽ ഇവരിറക്കുന്ന പിന്നെ വിഷ്വൽസിൽ മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട്. ഇവർ പാടില്ല എന്ന് പറഞ്ഞ ദഫല്ലാത്ത ഉപകരണങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ പ്രവർത്തനം തന്നെയല്ലേ ഇവരുടെ അനുയായികൾക്ക് ഹുക്കും. അപ്പോൾ അത് വരട്ടെ. ഓക്കെ, സൂഫിസത്തിലേക്ക് കടന്നു വന്നൊരു വഴി നേരത്തെ ചോദിച്ചു. അപ്പം പറഞ്ഞത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സംഭവിച്ച ഒരു കാര്യം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? സംഗീതം പണ്ടേ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ പാട്ട് പാടിയിരുന്നു. എൻ്റെ മ്യൂസിക്കിൻ്റെ വഴി എൻ്റെ വല്യമ്മയാണ്. എൻ്റെ വല്യമ്മയിൽ നിന്നാണ് കപ്പപ്പാട്ട്, നൂൽമദ്ഹ്, ബദർ, അതുപോലെ തന്നെ കിസ്സപ്പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകളൊക്കെ. ഈ ഒപ്പനക്കൊക്കെ ഈ ഒപ്പന പാട്ട് മത്സരങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾ, അങ്ങനെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീകൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാട്ടിൻ്റെ മത്സരങ്ങൾ, അതിൽ പാടിയിരുന്ന ആളായിരുന്നു എൻ്റെ വല്യമ്മ. അതുകൊണ്ട് ഒരുപാട് പാട്ടുകൾ ബൈ ഹാർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പാട്ടുകളൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ അങ്ങനെ കേട്ട് വളർന്ന്, അങ്ങനെ കുടുംബത്തിലുള്ള നമ്മുടെ കുഞ്ഞാമ്മ, അതുപോലെ തന്നെ എൻ്റെ ഒരു ഉപ്പയുടെ അമ്മാവൻ്റെ മകൾ, ഉപ്പനെ വളർത്തിയിട്ടുള്ള, അങ്ങനെ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ആണ് പാട്ടുകൾ. എൻ്റെ പൂർവികരിൽ ഈ ദേശാന്തര സ്വഭാവം, ദേശാന്തര സഞ്ചാര സ്വഭാവമുള്ളൊരു എൻ്റെ ഒരു കുറേ ഉണ്ട്. അത് വേറെ തന്നെ കഥകളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഈ പാട്ടിൻ്റെ സംഗതികൾ വന്നത്. പിന്നെ ഈ ഒരു സൂഫി ഇത് വന്ന് ഞാൻ അലിഗഡിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ കൺസർട്ടിൻ്റെ ഒരു ജസ്റ്റേഴ്സും, കാരണം അന്ന് യൂട്യൂബോ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സ്റ്റൈലും ആ ഒരു ഇരുത്തവും ഈ ഒരു രീതിയൊക്കെ കാണുന്നത് ഖവാലിയുടെ, സൂഫി സംഗീതത്തിൻ്റെ, ഗസലിൻ്റെ ഒക്കെ ഒരിക്കലും. അപ്പോൾ അത് ഉള്ളിലേക്ക് അങ്ങനെ വന്നു. അവിടുന്ന് തന്നെ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതവും പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടുത്തെ ഒരു ഉസ്താദ് ഷെയ്ഖ് പർവേസിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കർണാട്ടിക് മ്യൂസിക്, ഇപ്പം എൻ്റെ കൂടെ പാടുന്ന ഇമാം മജ്ബൂർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുണ്ട് നിസ അസീസി, അവരുടെ അടുത്ത് നിന്നാണ് ഞാൻ സ്വരസ്ഥാനങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ കർണാട്ടിക്കിൻ്റെ. അതിനു മുമ്പ് സമദ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരാലിസിസ് ബാധിച്ച് കിടക്കുന്ന ഒരാളിൽ നിന്നാണ് വളരെ നമ്മുടെ, അതായത് ഭൗതികമായി അവരില്ലെങ്കിൽ നമ്മളുണ്ടാകുമായിരുന്നില്ല എന്നുള്ള ആളുകളുടെ പേരൊക്കെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവരുടെയൊക്കെ പേര് പറയുന്നത്. അങ്ങനെ അലിഗഡിൽ പോയിട്ട് ഈ ഒരു സ്റ്റൈലും ഈ കാര്യങ്ങളും പിന്നെ ഉറുദു ഭാഷയും ഒക്കെ ആയി ഇങ്ങനെ വന്ന് ഇവിടെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഗസലൊക്കെ ഇങ്ങനെ വെറുതെ പാടി നടക്കുന്നു. ഗാനമേളയ്ക്കും ഇതിനൊക്കെ ഇങ്ങനെ പാടുന്നു. അക്കാലത്ത് SIOലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ സംഗീത ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട. പിന്നെയാണ് നമ്മൾ ഇങ്ങനൊരു റൂട്ടിലേക്കൊക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു സ്കോളറുണ്ട് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കോട്ടക്കലൊരു
പരിപാടി നടത്താൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ച്. ഞാൻ ഞങ്ങൾ ഈ കാര്യമൊക്കെ സംസാരിക്കുമായിരുന്നു, പാട്ടിനടിയുള്ള സംസാരം, ഈ കാര്യങ്ങൾ അങ്ങനെ അലിഗഡിലുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ഒരു പരിപാടി കിട്ടിയാൽ ഉഷാറായിരിക്കും, എനിക്ക് പാടണം എന്നൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പരിപാടി യാഥാർത്ഥ്യത്തോടെ വന്നപ്പോൾ എനിക്ക് പേടിയായി. എന്നോട് വന്നിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യാന്നുള്ള സംഗതി വന്നു. അപ്പോൾ അക്ബറിൻ്റെ കൂട്ടുകാരനാണ്, നമ്മളെ തബല വായിക്കുന്നത്, ചെറുപ്പം മുതലേ നമ്മുടെ കൂടെയുള്ള ആളാണ് സംഗീത വഴികളിൽ, ഇമാമിൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ ആ അർത്ഥത്തിൽ അവൻ്റെ ഇർഷാദാത്തൊക്കെ എൻ്റെ ലൈഫിൽ പ്രധാനമാണ്, ഈ പാട്ടിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അതിന് മുമ്പ് എന്നെ മജ്ബൂർ അതിന് മുമ്പ് എന്നെ കൺസർട്ട് അവതരിപ്പിക്കാറുണ്ട്. ചെറിയ കുട്ടിയാണ് മജ്ബൂറും അവൻ്റെ സഹോദരിയും നിസാസീസി. അവരെ ഒരു 3-4 പരിപാടികൾക്ക് ഞാൻ അങ്ങനെ നരേഷന് വേണ്ടി മാത്രം പോയിട്ടുണ്ട്. പാട്ട് അവർ പാടും, ഞാൻ ആ പാട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതാര് സംഗീതം ചെയ്താന്നൊക്കെ ഇങ്ങനെ പറയുന്നൊരു അനൗൺസിന് വേണ്ടിയൊക്കെ അങ്ങനെ 3-4 പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് അക്ബറിനോട് അവതരിപ്പിച്ചപ്പോൾ അക്ബറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ധൈര്യമില്ല, എനിക്ക് അവതരിപ്പിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ മജ്ബൂർ നേരത്തെ, അപ്പോൾ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, എന്നാൽ മജൂനെയും ഇതിൽ കുട്ടിയിൽ എനിക്കൊരു, കാരണം എനിക്ക് അങ്ങനെ പോയിട്ടൊരു ഇതില്ല. അങ്ങനെയാണ് ആദ്യത്തെ കൺസർട്ട് നടക്കുന്നത്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉറുദു കാവ്യങ്ങൾ, ഉറുദു ഗസലുകൾ പാടുന്ന സമയത്ത് അതിൻ്റെ സൂഫിയാന പേഴ്സ്പെക്റ്റീവും കവികളെക്കുറിച്ചും പാട്ടിനിടയിൽ സംസാരങ്ങളുള്ള കേരളത്തിലെ ആദ്യത്തെ കോൺസെർട്ടായിരിക്കും അത്. ഇനി മെഹഫിലൊക്കെ പഴയകാല ഉസ്താദ്മാരൊക്കെ ഏതെങ്കിലും മാളികപ്പുറത്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. മലയാളികൾ ഈ അർത്ഥത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ കോൺസെർട്ടായിരിക്കും അത്. എനിക്ക് തോന്നുന്നു 2004-ലോ 2005-ലോ ഒക്കെ ആണത്. അതിൻ്റെ പത്രവാർത്തയൊക്കെ വളരെ ഇതായിരുന്നു, പിന്നെ കവികളുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള. അതിനുശേഷം അങ്ങനെ ഒരു 3-4 പരിപാടികൾ പോയി. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരുടെയും ഈ ഒരു സംഗതികൾ. ഇന്നും അത് ആ ഒരു രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മജുവിൻ്റെ സവിശേഷമായ ഒരാലാപന രീതിയും എൻ്റേതായിട്ടുള്ള ഒരു ആലാപന രീതിയും അക്ബറിൻ്റേതായിട്ടുള്ള അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള സംഗീത സാധനകളും പരീക്ഷണങ്ങളും അത് വേറെയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗൾഫിൽ പോയി, റിയാദിൽ ഒരുപാട് സദസ്സുകളിൽ പാകിസ്ഥാനി ഗായകരുടെ കൂടെ ഞാൻ ഒറ്റയ്ക്കേ പോയിട്ടുള്ളൂ, ഒരുപാട് പ്രോഗ്രാം. അപ്പോൾ ഒന്നുകൂടി ധൈര്യമായി. പിന്നെ വന്നതിന് ശേഷമാണ് പിന്നെ ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതി. പിന്നെ അതിന് ശേഷം ഇപ്പോൾ തൂക്കുജ മൻകുജ എന്നുള്ള പാട്ട് ഫത്തേ അലി ഖാൻ സാഹബ് പാടി, ഞങ്ങളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രശസ്തമായി ഇന്ന് എല്ലാവരും കേൾക്കുന്ന കോക്ക് വേർഷനും പിന്നെ ഇവരുടെ വേർഷനൊക്കെ ഇറങ്ങുന്നത് തൂക്കുജായുടെ. പക്ഷേ ഞങ്ങൾ ആ ചാനൽ പിന്നീട് പിൻവലിച്ച് പിന്നെയാണ് ഞാൻ വേറൊരു ചാനൽ വന്നത്, അല്ലെങ്കിൽ അതായിരിക്കും അതിന് മുമ്പുള്ളത്. അപ്പോൾ അത്രയും ഞാൻ പറയുന്നത് ഇത്രയും ദൃശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വരാനുള്ളൊരു കാരണം സൂഫി ലിറ്ററേച്ചറിലേക്ക് വരാനുള്ള, കവിതയിലേക്ക് വരാൻ കാരണം എൻ്റെ ഒരു സഹപാഠി കാശ്മീരിലുള്ള ഹുമേറ ഷൗക്കത്ത് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അലിഗഡിൽ. അവരാണ് ഇതിൻ്റെ വിപുലമായ ഒരു ലോകം ആബിദാജിയെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു മൊമെൻ്റാണ്. കാരണം അതില്ലെങ്കിൽ അവർ എനിക്ക് അവിടെ നിന്ന് ഒരുപാട് കാസറ്റ്സുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയാണ് കാരണം അന്ന് യൂട്യൂബോ അങ്ങനെ ദൃശ്യതൊന്നുമില്ലല്ലോ. ഈ ഒരു രീതി അന്ന് നമ്മളിവിടെ കേരളത്തിൽ ആബിദാജിയുടെ കാസറ്റ്സും ഒരുപാട് സാധനമായിട്ട് വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഗസലുകളൊക്കെ അറിയാം എന്നല്ലാതെ ഈ ഒരു സൂഫി സവിശേഷ സംഗീതത്തെപ്പറ്റി പ്രധാനപ്പെട്ട സംഗീത ഇടങ്ങളിലൊന്നും അറിയില്ല. പിന്നെയാണ് നമ്മളിതിലേക്ക് വന്നത്. അതാണിപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, വിധങ്ങളായ കാര്യങ്ങൾ. ഈ കൺസെർട്ട് കൂടാതെ വേറെയും ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെയുള്ള വഴികളിലേക്കൊക്കെയുള്ള പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.